തുറക്കടാ. ആ വാ. എടാ ശ്രീത്തെ, ഞാൻ ഒരു കാലടിച്ചിട്ട് വരാം. ആ അത് പോയിട്ടോ. എടാ മനീഷ, ശ്രദ്ധിക്കണേ, പൈസ മൊത്തം നിൻ്റെ ഉള്ളത്. എടാ അതല്ല എൻ്റെ സേഫാണ്. സേഫ് അല്ലേ? ഞാൻ നോക്കിക്കോളൂ. ഇവനെവിടെ പോയി കിടക്കുന്നേ? അല്ല മനീഷ, നീ ഇതെവിടെയാ പോയി? എത്ര സമയം നീ പോയിട്ട്? എടാ നിങ്ങൾ റെഡിയായി? ചെറിയൊരു പ്രശ്നമുണ്ട്. പൈസ ആരോ പോക്കറ്റ് അടിച്ചിട്ടുണ്ട്. പൈസ പോകാനോ? ഈ പൈസ എടുത്തിട്ട് എന്തിനാ നീ അങ്ങോട്ട് പോയത്? ഇവരാരെങ്കിലും ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? എടാ ഈ ശ്രീജിത്ത് അന്നേരെ പറഞ്ഞ പൈസ സൂക്ഷിക്കണത്, അത് ശ്രദ്ധിക്കണ്ടേ? എടാ നിനക്ക് ആ പൈസ കയ്യിൽ തന്നെ വെച്ചാൽ പോരണോ? ഓനെ ഏൽപ്പിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ട് എനിക്ക്? ഇപ്പം എങ്ങനെയുണ്ട്? ടൂർ മുടങ്ങിയില്ലേ? ഇന്നെന്ത് ചെയ്യാ? പറ്റിയത് പറ്റി, ഇനിയിപ്പോ ഒന്ന് ചെയ്യാം. ഇത് നോക്കണ്ട കേട്ടോ, ഇത് റോഡ് ബോർഡാണ്. എടാ മനീഷ, നീ വേഗം റെഡിയാ നോക്ക്. പോയത് പോയി, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സമയമില്ല ഒന്നാമത്. ഇവൻ്റെ ഒറ്റ ശ്രദ്ധക്കുറവുണ്ടാണ്. ഇനിയിപ്പം കയ്യിലങ്ങ് 5 പൈസയും ഇല്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നമുക്ക് അടുത്ത വഴി എന്നാ വെച്ചാൽ നോക്കാം. എടാ ഇന്നും മഴ തന്നെ തോന്നല്ലോ. അനക്കൊന്ന് മിക്കവാറും പൈസ മുക്കിയായിരിക്കും. ഒരാള് ഒരു ഉടായിപ്പാ. നീ ഉദ്ദേശം എനിക്കല്ല. അങ്ങനെ ചെയ്യുന്നില്ല മനീഷ. മനീഷ, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലടാ. ആയിക്കോട്ടെ, സാരല്ല. എൻ്റെ പത്തട്ടല്ലേ, പറ്റിപ്പോയി. നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നാട്ടിൽ ചെന്ന് എന്തെങ്കിലും ചെയ്യാം. എടാ എല്ലാവരും വണ്ടിക്ക് പോവാൻ പോ. മനീഷേട്ടാ, വണ്ടിക്കകത്തൊരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെങ്കിലും ഇത്? ആ പേഴ്സ് കിട്ടിയാ? എൻ്റെയാടാ, എൻ്റെയാ. പേഴ്സ് വണ്ടിയിലുണ്ട്. ഞാനാങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയി. എടാ ഈ പൈസ ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും അധ്വാനിച്ച പൈസയാണ്. ഇതിലൊക്കെ ഒരു സത്യമുണ്ട്. ഇതൊന്നും എവിടെയും പോകില്ല. പിന്നെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആരും കട്ടിലും പഠിച്ചിരുന്നില്ല കേട്ടാ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അവനോട് ഞാൻ പറഞ്ഞേക്കട്ടെ.